പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയെന്ന കേസിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി.ആർ. ജയന്റെ മൊഴിയെടുക്കുന്നു. വനം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബി.ആർ. ജയന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഷിനോജ് എസ്.ടി വിവരങ്ങളുമായിട്ട്. ഷിനോജ്, വേലി തന്നെ വിളവ് തിന്നുന്ന സംഭവങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. അതായത് സാധാരണ കാട്ടിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കഞ്ചാവ് കൃഷിയൊക്കെ പലരും നടത്തുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗുരുതര കുറ്റകൃത്യം തന്നെ ചെയ്തിരിക്കുന്നത്. എന്താണ് മൊഴിയെടുക്കൽ, എങ്ങനെ പുരോഗമിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ തെളിവ് സ്ഥിരീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നു? അക്ഷയ, ഈ പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയ കേസിൽ റേഞ്ച് ഓഫീസർ ബി.ആർ. ജയന്റെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാറമ്പുഴയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലാണ് ഇപ്പോൾ ജയന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് വിശദീകരണം വനംവകുപ്പിന്റെ വിജിലൻസ് സംഘം ഈ ജയിലിൽ നിന്ന് ചോദിച്ചറിയുന്നത്. ഒന്ന്, ഇത്തരത്തിൽ ഒരു 16-ാം തീയതി സംഭവം നടന്ന് ജയൻ അവിടെ പരിശോധന നടത്തിയിരുന്നു. കഞ്ചാവ് കൃഷി അവിടെ നടക്കുന്നു എന്ന കാര്യം അറിഞ്ഞിട്ടാണ് ജയൻ അവിടെ എത്തി പരിശോധന നടത്തിയത്. കഞ്ചാവ് ചെടിയുടെ ചില 2-3 തൈകളൊക്കെ ജയൻ അന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ജയൻ കേസ് എടുത്തില്ല, മറ്റ് ഇതിന്റെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, 21-ാം തീയതി ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് ജയൻ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അത് 16-ാം തീയതിയിലെ റിപ്പോർട്ട് എന്ന തരത്തിൽ എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തു എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ റെസ്ക്യൂ വാച്ചറായിട്ടുള്ള വ്യക്തി ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തിയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് ഒരാൾ ചെയ്ത കുറ്റകൃത്യം മറ്റ് 4 ഉദ്യോഗസ്ഥർ, അതായത് 3 വനിതാ ജീവനക്കാരുടെയും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയും പേരിൽ അവരുടെ പേര് കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ എന്ത് പരാമർശിച്ചു, അവരുടെ പേര് എന്തിന് പരാമർശിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ജയിലിൽ നിന്ന് ചോദിച്ചറിയുന്നത്. എന്തായാലും മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജയൻ ഈ മൊഴിയെടുക്കൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആ സമയത്ത് കൂടുതൽ എന്താണ് ജയന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ശരി ഷിനോജ്.